ഈ കേസിനകത്ത് ഇടപെട്ടിട്ടുള്ളത് ഗണേഷ് കുമാറിന്റെ ഓഫീസാണ്. ട്രാൻസ്പോർട്ട് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഓഫീസ് ഇവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഇടപെട്ടിട്ടുണ്ട്. ഇവർ എന്നൊക്കെ എന്താ പറയുന്നത് പരോളിൽ ഇറങ്ങിയിട്ടുണ്ടോ അന്നെല്ലാം സ്വാഭാവികമായിട്ടും പത്തനാപുരം പോലീസ് സ്റ്റേഷനുമായിട്ട് എല്ലാ ദിവസവും ബന്ധപ്പെടേണ്ടതായിട്ടുണ്ട്. ഇവർ പത്തനാപുരം പോലീസ് സ്റ്റേഷന്റെ ലിമിറ്റിൽ താമസിക്കുന്നവരാണ്. ആ ദിവസങ്ങളിലൊക്കെ ഇവർ സ്റ്റേഷനിലെത്തുമ്പോൾ ഇവരോടൊപ്പം സന്തത സഹചാരിയായി ഇവരോടൊപ്പം വരികയും ഇവരോടൊപ്പം മടങ്ങുകയും ചെയ്യാറുള്ളത് KB ഗണേഷ് കുമാറിന്റെ സന്തത സഹചാരി കോട്ടാത്തല പ്രദീപാണ്. കോട്ടാത്തല പ്രദീപിനെ കുറിച്ച് ഞാൻ താങ്കളോട് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നമ്മൾ ഒരുപാട് വിഷയം അദ്ദേഹവുമായി ബന്ധപ്പെടുത്തി തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാസർഗോഡ് ഉൾപ്പെടെ അദ്ദേഹം പോയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഒരു സാക്ഷിയെ സ്വാധീനിക്കാൻ പോയത് നമുക്കറിയാം. ജയിലിൽ പർദ്ദയിട്ടുകൊണ്ട് പോയി മറ്റൊരു പ്രതിയെ കണ്ടതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, എനിക്ക് വസ്തുതാപരമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഇത്തരത്തിൽ തെറ്റൊന്നും പറ്റിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എനിക്കെതിരെ നടപടിയെടുക്കട്ടെ. പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ കൃത്യമായി ഈ കൊലയാളിയോടൊപ്പം പോയിട്ടുള്ളത് ഗണേഷ് കുമാറിന്റെ സന്തത സഹചാരിയായ ഈ കോട്ടാത്തല പ്രദീപാണ്. എല്ലാ ദിവസവും പോയിട്ടുണ്ട്. അവർ നേരെ ചെല്ലുന്നു, അവിടെ റൈറ്ററെ കാണുന്നു, അവിടെ ഒപ്പ് ശേഖരിക്കുകയോ കൊടുക്കുകയോ ചെയ്യുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ജയിലിൽ നിന്നൊരു പേപ്പറിനകത്ത് എല്ലാ ദിവസം വെച്ചുകൊണ്ട് സീൽ ചെയ്ത് മേടിക്കണമെന്നാണ് പരോളിലിറങ്ങുമ്പോൾ. അത്തരത്തിൽ വാങ്ങാറുണ്ട്. എല്ലാ ദിവസവും ഇവരെന്നൊക്കെ പരോളിലിറങ്ങിയിട്ടുണ്ടോ അന്നെല്ലാം ഈ കോട്ടാത്തല പ്രദീപ് അവരോടൊപ്പം ഉണ്ടാകാറുണ്ട്. എന്താണ് അവർ തമ്മിലുള്ള ബന്ധം? പറയട്ടെ. ഞാൻ പറഞ്ഞിട്ട് 24 മണിക്കൂറായല്ലോ. എന്തേ മന്ത്രി പ്രതികരിക്കുന്നില്ല? സൂര്യന് താഴെയുള്ള എല്ലാ വിഷയത്തെക്കുറിച്ചും പ്രതികരിക്കുന്ന KB ഗണേഷ് കുമാർ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല? അദ്ദേഹം മറുപടി പറയട്ടെ. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പറയട്ടെ. ഞാൻ ഗൗരവമുള്ള ഒരു ആക്ഷേപം, ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സന്തത സഹചാരി തന്നെ ഒരു കൊലയാളിയോടൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് നിരന്തരമായി പോകുന്നു എന്ന ഗൗരവമുള്ള ഒരു ആരോപണം ഞാൻ ഉന്നയിക്കുമ്പോഴും 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ആ മന്ത്രി മിണ്ടുന്നില്ല. സംസ്ഥാനത്ത് ഇത്തരത്തിൽ സ്വന്തം ഭർതൃപിതാവിനെ കൊന്ന കേസിൽ ജീവപര്യന്തം കിട്ടിയ ഒരു പ്രതി പരോളിലിറങ്ങുമ്പോൾ മന്ത്രിയുടെ സന്തത സഹചാരി ഫുൾ ടൈം കൂടെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഇത് തെളിവാണ്. ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ബാക്കി ഞാൻ അപ്പോൾ പറയാം. ഇതിന് മറുപടി പറഞ്ഞേ മതിയാവൂ. രണ്ടാമത് സുപ്രീം കോടതിയുടെ അഭിഭാഷകൻ പറയുകയാണ് ആർട്ടിക്കിൾ 14 വയലേഷൻ എന്ന്. അദ്ദേഹം പറയുന്നു ഇത്തരത്തിൽ റിമിഷൻ കൊടുക്കുന്നതിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് ബാധകമല്ലെന്നും പറയുന്നു. ആർട്ടിക്കിൾ 14 എന്താ? ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. അത് മൗലിക അവകാശങ്ങൾ കൃത്യമായി റിമിഷന്റെ കാര്യത്തിൽ പരിഗണിക്കില്ല എന്ന് പറയുമ്പോൾ എവിടെയാണ് ആർട്ടിക്കിൾ 14 വയലേഷൻ? ഇത് മൊത്തത്തിൽ ഒരു കോമൺ ഉത്തരവായി അല്ല. ഞാൻ പറയട്ടെ മിസ്റ്റർ, ഇവിടെ ഓരോരുത്തരുടെയും റിമിഷൻ കൃത്യമായി പരിഗണിക്കുന്നത് ഓരോ വ്യക്തികളെയും അല്ല. ഞാൻ പറയട്ടെ, താങ്കൾ പറഞ്ഞപ്പോ കേട്ടിരുന്നല്ലേ? മര്യാദയ്ക്ക് കേട്ടിരിക്കുക. താങ്കൾ പറഞ്ഞപ്പോ മര്യാദയ്ക്ക് കേട്ടിരുന്നതാണ്. താങ്കൾ പറഞ്ഞെന്താ? ഇവിടെ ആർട്ടിക്കിൾ 14 വയലേഷൻ, ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഒരു പ്രതിക്ക് റിമിഷൻ കൊടുക്കുന്ന കാര്യത്തിൽ ഇല്ല. നിരവധി പ്രതികളുണ്ടാവും. നിരവധി പ്രതികൾ. എനിക്ക് മര്യാദയുണ്ട്. ഞാൻ മര്യാദയോടെ തന്നെയാണ് പറയുന്നത്. കൃത്യമായി മര്യാദയോടെ പറയണം. താങ്കളാണ് ഇടപെടുന്നത്. അതായത് അല്ല, ഐ ആം ഫുള്ളി കറക്റ്റ്. നിങ്ങൾ എന്താ പറഞ്ഞേ? ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. എല്ലാ പ്രതികൾക്കും റിമിഷന്റെ കാര്യത്തിൽ വേണമെന്ന് ഈ മണ്ടത്തരം വന്ന് ഈ ചാനൽ ചർച്ചയിൽ വന്ന അതൊക്കെ ജനങ്ങൾ വിശ്വസിക്കുമോ? ഒരിക്കലുമില്ല. ഇവിടെ ഓരോ കേസ് ഇൻഡിവിജ്വൽ എടുത്ത് അവരുടെ പ്രൊബേഷൻ കാലയളവ്, അവരുടെ പെരുമാറ്റം, അവരുടെ ജീവിത രീതി അല്ലല്ല. താങ്കൾ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്റെ അല്ലല്ല പറഞ്ഞേക്ക്. ഇത് നിങ്ങളുടെ വാദമല്ല. നിങ്ങൾ മര്യാദകേടാണ്. ഇത്തരത്തിൽ വലിയ വിവരത്തിന്റെ അപ്പോസ്തലൻ എന്ന് പറഞ്ഞ് ആന മണ്ടത്തരം പറഞ്ഞിട്ട് അത് സൂചിപ്പിക്കുമ്പോൾ ഇങ്ങനെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നത് ആന മണ്ടത്തരം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് എന്റെ സമയമാണ്. തിമിരം ബാധിച്ച് രാഷ്ട്രീയ തിമിരം ബാധിച്ച് ഇങ്ങനെ കള്ളത്തരം പറയരുത്. നിയമമായിട്ട് പറയണം. നിങ്ങൾ വളച്ചൊടിക്കുകയാണ്. രാഷ്ട്രീയ തിമിരം അല്ലല്ല, നിയമമായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ കൃത്യമായി പറഞ്ഞു. ഇവിടെ ഓരോ കേസും ഇൻഡിവിജ്വൽ ആയിട്ട് പരിഗണിക്കുന്നു. ഗവൺമെന്റ് ഉപദേശക സമിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുക്കുന്നു. ആ തീരുമാനമായിട്ട് ഗവൺമെന്റ് ഞാൻ പറഞ്ഞ അധികമായി പോകും. നിങ്ങളുടെ ഈ വിവരദോഷം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന അസംതൃപ്തി ഉണ്ടല്ലോ, അത് ജനങ്ങൾക്ക് മനസ്സിലായി. കൃത്യമായി ഓരോ കേസും ഇൻഡിവിജ്വലായി പരിശോധിച്ച് ഗവൺമെന്റ് തീരുമാനമെടുത്തു. ചാമക്കാല പറഞ്ഞ ആരോപണങ്ങൾ, അദ്ദേഹത്തിന്റെ സോഴ്സൊക്കെ
അദ്ദേഹത്തിന്റെ സോഴ്സ് ഒക്കെ അദ്ദേഹമാണ് പറയേണ്ടത്. എനിക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു അറിവുമില്ല. ഗവൺമെന്റ് സുതാര്യമായിട്ടുള്ള തീരുമാനമെടുത്തു. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഏറ്റവും സുതാര്യമായിട്ടുള്ള തീരുമാനമെടുത്തു. അതിന്റെ ഉത്തരവ് എന്റെ മുന്നിലുണ്ട്, അതിൽ പരിഗണനാ വിഷയം എന്റെ മുന്നിലുണ്ട്. കൃത്യമായി 5 കാര്യങ്ങളാണ് നോക്കുക. ഒരാളുടെ പ്രായം, അയാളുടെ സ്വഭാവം, അയാളുടെ പെരുമാറ്റം, അതുപോലെ തന്നെ അവരുടെ ഡിപ്പെൻഡന്റ്, അവരാരെ ആശ്രയിച്ച് ജീവിക്കും, അതുപോലെ അവരെ ആശ്രയിച്ച് ആരെങ്കിലും ജീവിക്കുന്നുണ്ടോ, അവർ മറ്റു കേസുകളിൽ ഇതിനു മുമ്പ് പ്രതിയായിട്ടുണ്ടോ, ജയിലിൽ കിടക്കുന്ന സമയത്ത് ഏതെങ്കിലും കേസുകളിൽ പ്രതിയായിട്ടുണ്ടോ, അവർ ജയിൽ മോചിതനായാൽ ജീവിക്കാനുള്ള സാമ്പത്തികമുണ്ടോ, ഈ മാനദണ്ഡങ്ങളെല്ലാം ബിൽക്കീസ് ബാനുവിന്റെ കേസ് ഇതുവരെ ആ വിധിയിൽ പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു തന്നെയാണ് ഗവൺമെന്റ് തീരുമാനമെടുത്തിരിക്കുന്നത്. അല്ലാതെ മഹേന്ദർ സിംഗ് കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ടു റെമിഷൻ എന്നുള്ളത് ഒരു മൗലികാവകാശമല്ലെന്ന്. പക്ഷേ ബിൽക്കിസ് ബാനു കേസിൽ പറഞ്ഞത് ആർട്ടിക്കിൾ 14 വയലേഷൻ സ്റ്റേറ്റ് കാണിക്കരുതെന്നാണ് പറയുന്നത്. ഒരു കൺവിക്റ്റിന്റെ മൗലികാവകാശവും സ്റ്റേറ്റ് അത് വയലേറ്റ് ചെയ്യരുത്. പൊതുവായിട്ടുള്ള പ്രിസണേഴ്സിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പ്രിസണേഴ്സിന്റെ കാര്യത്തിൽ സ്റ്റേറ്റ് വയലേറ്റ് ചെയ്യരുതെന്ന് പറയുന്നതും റെമിഷൻ ആപ്ലിക്കേഷൻ കൊടുക്കാൻ മൗലികാവകാശം ഉണ്ടെന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. അതല്ല ഞാൻ പറഞ്ഞത്. നോ 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 യു ഡോണ്ട് ഹാവ് എനി അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ലോ. അങ്ങനെയല്ല. CPM-നെ പ്രതിനിധീകരിക്കുന്ന ബഹുമാനപ്പെട്ട അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അപ്പൊ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ സംഘടിപ്പിച്ചതിന് ശേഷം വ്യക്തികളെ ഇങ്ങനെ സെലക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനകം അതൊരിക്കലും നിയമപരമായി നിലനിൽക്കുന്നതല്ല. പിന്നെ ശ്രീ അരുൺകുമാർ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഞാൻ പറഞ്ഞിരുന്നില്ല മൊത്തത്തിൽ ആൾക്കാരെ തുറന്നുവിടണമെന്ന്. ഓരോ കേസുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായിട്ട് സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ മാനദണ്ഡങ്ങൾ ഒന്നൊന്നായി 5 മാനദണ്ഡങ്ങൾ, 5ാമത്തെ മാനദണ്ഡം പറയുവാൻ നേരത്തെ സമയം കിട്ടിയില്ല. സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങൾ, അവിടെ വളരെ കഷ്ടതയോടുകൂടി ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കും ഒരു പരിഗണന കൊടുക്കണം. അപ്പോൾ ഈ 5 മാനദണ്ഡങ്ങൾ പരിഗണിച്ചിട്ടുണ്ടോ, പരിഗണിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ബിൽക്കിസ് ബാനു കേസിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ലക്ഷ്മൺ നസ്കർ കേസിലെ ഈ 5 മാനദണ്ഡങ്ങൾ പരിഗണിച്ചിട്ടുണ്ടോ എന്നുള്ളത് 1 by 1 ആയിട്ട് അഭിഭാഷകനായ ശ്രീ അരുൺകുമാറിന് ഇവിടെ പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം അടുത്ത ടേണിൽ പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്റ്റേറ്റിന്റെ ഓർഡറൊക്കെ അത് അങ്ങേക്ക് കാണും. കാരണം വ്യക്തമായി നമ്മളൊന്നും പൊളിറ്റിക്കലി കണക്റ്റഡ് അല്ല ശ്രീ അരുൺ. വാർത്താമാധ്യമങ്ങളിലൂടെ മാത്രം അറിഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളെ പറയാൻ കഴിയൂ. അങ്ങയുടെ ഭാഗത്ത് ഡോക്യുമെന്റ് ഉണ്ട്. പക്ഷെ അഭിഭാഷകനായി അങ്ങ് പറയേണ്ടത് ഈ ലക്ഷ്മൺ നസ്കർ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ, ആ മാനദണ്ഡങ്ങൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജുഡീഷ്യൽ റിവ്യൂ വഴി ഈ തീരുമാനം അസാധുവാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ബിൽക്കിസ് ബാനു കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധിയുണ്ട്. ജസ്റ്റിസ് അഭയ് ഓക്കിന്റെ 2024 ഒരു വിധിയുണ്ട്. മഫാബായി മോട്ടിബായി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത്. പൊതു താല്പര്യമായിരിക്കണം റെമിഷന്റെ ഉള്ളിൽ കാണേണ്ട, തീരുമാനത്തിന്റെ ഉള്ളിൽ കാണേണ്ട സാഹചര്യം. അങ്ങനെ പൊതു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തുറന്നുവിടാൻ കഴിയുകയുള്ളൂ. ഏത് പൊതു താല്പര്യമാണ് ഇവിടെ ഫുൾഫിൽ ചെയ്തതെന്നറിയില്ല. ഭരണഘടനയുടെ 14ാം വകുപ്പിന്റെ ലംഘനമായിട്ട് ഒരാളെ സെലക്റ്റീവായിട്ട് തുറന്നുവിടുന്നത് ഒരിക്കലും നിയമത്തിൽ ഉദാത്തമായിരിക്കില്ല. ഇപ്പോൾ നിരവധി വർഷങ്ങൾ 10, 18, 20 വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ അവർ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല എന്നാണോ പറയുന്നത്? കൊടുത്തിട്ടും നിങ്ങൾ തീരുമാനം എടുക്കാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പേരറിവാളൻ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തീരുമാനം എടുത്തതുപോലെ അവർ കോടതിയെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലെടുത്തിരിക്കുന്ന തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ ബഹുമാനപ്പെട്ട കോടതികൾക്കും ഇവരെ തുറന്നു വിടുവാനുള്ള നിർദ്ദേശം കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇതൊന്നും സെലക്റ്റീവായിട്ട് എടുക്കേണ്ടതായിട്ടുള്ള കാര്യമല്ല. പിന്നെ ഈ പ്രായമായിട്ടുള്ള വ്യക്തികളെ എന്തുകൊണ്ട് തുറന്നു വിടുന്നില്ല? അതിനെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല. ലക്ഷ്മൺ നസ്കർ കേസിലെ മാനദണ്ഡങ്ങൾ ഇവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ? ആ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പല കേസുകളിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ബിൽക്കിസ് ബാനു കേസിൽ അത് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ജുഡീഷ്യൽ റിവ്യൂവിന് അത് വിധേയമാകുമെന്നും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഒരു കുറ്റവാളിയെ തുറന്നു വിടുമ്പോൾ വിവേചനാധികാരം അത് മാന്യമായിട്ടല്ല അത് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും എക്സ്ട്രേനിയസ് കൺസിഡറേഷൻസ് എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. മറ്റെന്തെങ്കിലും പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് അത് തുറന്നുവിട്ടിരിക്കുന്നതെങ്കിൽ അവിടെയും ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന അധികാരം ഉപയോഗിച്ച് ആ തീരുമാനത്തെ അസാധുവാക്കാൻ കഴിയും. അപ്പോൾ സർക്കാരിൻ്റെ ഉത്തരവെല്ലാം അങ്ങയുടെ കയ്യിലുണ്ട്. പക്ഷേ ഈ ലക്ഷ്മൺ നസ്കർ കേസിലെ ഈ 5 മാനദണ്ഡങ്ങൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ എന്ന് അങ്ങേക്കൊന്ന് വ്യക്തമാക്കാൻ കഴിയുമോ? ഇത് തീർത്തും നിർഭാഗ്യകരമാണ്. സെലക്റ്റീവായിട്ട് ജയിലിൽ കുറ്റവാളികൾക്ക് സെലക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ട്. ചിലർക്ക് കൊടും കുറ്റവാളികൾക്ക്, കോൺട്രാക്ട് കില്ലേഴ്സ്, രാഷ്ട്രീയ കൊലപാതകം നടത്തിയിട്ടുള്ള കോൺട്രാക്ട് കില്ലേഴ്സിന് പരിലാളന കിട്ടുന്നുണ്ട്. അവരെ സമൂഹത്തിലേക്ക് അങ്ങ് അഴിച്ചു വിട്ടിരിക്കുകയാണ്. എത്രയോ കേസുകൾ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ചൂണ്ടിക്കാട്ടാൻ കഴിയും. സ്വാധീനമുള്ളവർക്ക് ജയിലിൽ ചെന്നാൽ പ്രത്യേക പരിഗണന കിട്ടുന്നുണ്ട്. ജയിൽ അധികാരികൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടു പോകുന്നു. ഇതൊക്കെ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത്?
ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നതിന് പകരം ഇപ്പം കുറ്റവാളികളുടെ സ്വന്തം നാട് എന്ന് പറയുവാൻ, കുറ്റം ചെയ്തിട്ട് കേരളത്തിലാണെങ്കിൽ ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കിട്ടും എന്നൊരു സന്ദേശമല്ലേ ജനങ്ങൾക്ക് ഇതുകൊണ്ട് കിട്ടുന്നത്? ലോ ആൻഡ് ഓർഡർ ഏത് രീതിയിലാണ് ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത്? ഞാൻ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമല്ല. കേരളത്തിനെ പോലെ ഇത്രയധികം പൊളിറ്റിക്കലി ഇവോൾവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ഇത് നടക്കുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ പ്രതികരിക്കും, ചോദ്യങ്ങൾ ചോദിക്കും. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ട് ഉത്തരം പറയുവാൻ, നിയമത്തിൻ്റെ വെളിച്ചത്തിൽ പറയുവാൻ രാഷ്ട്രീയ പ്രതിനിധികൾക്ക് ബാധ്യതയുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2009 സ്റ്റേറ്റ് ഓഫ് ഹരിയാന വേഴ്സസ് മഹേന്ദ്ര സിംഗ് എന്ന കേസിൽ വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഒരു കുറ്റവാളിക്കും ശിക്ഷ ഇളവ് നൽകുക എന്നത് ഒരു മൗലികാവകാശമായി കണക്കാക്കാൻ കഴിയില്ല. പക്ഷേ സംസ്ഥാനത്തിന് ശിക്ഷ ഇളവ് നൽകുന്നതിനൊരു പോളിസി ഉണ്ടെങ്കിൽ ആ പോളിസിയുടെ ഭാഗമായി തൻ്റെ പേര് പരിഗണിക്കപ്പെടുവാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അവകാശം എന്ന് പറഞ്ഞാൽ ഒരു മൗലിക അവകാശമല്ല, ഒരു പോളിസിയുടെ ഫ്രെയിംവർക്കിൽ തന്നെ ഉള്ളതാണ്. എന്ന് മാത്രമല്ല, അങ്ങനെ പലതരത്തിലുള്ള ഒഫൻസസിൻ്റെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ ഗ്രാവിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഈ ഒഫൻസസിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഭരണഘടനയുടെ 14-ാം വകുപ്പ് സമത്വാവകാശം എന്നുള്ളത് വയലേറ്റ് ചെയ്യപ്പെടാൻ പാടില്ല. ഇവിടെ പറഞ്ഞത് കേട്ടറിയുന്നത് ശരിയാണ് എന്നുണ്ടെങ്കിൽ 10-20 വർഷമായിട്ട് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരുടെ ഒക്കെ തന്നെ പലരുടെയും ഇതുപോലെ റെമിഷൻ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്ത് തീരുമാനമെടുക്കുന്നതിൽ അമാന്തം വന്നിട്ടുണ്ട്. ഇവർ ജസ്റ്റ് 14 വർഷം പൂർത്തിയാക്കിയപ്പോൾ തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നേരത്തെയും ഒന്നിലധികം തവണ പരോളിൻ്റെ ആനുകൂല്യം അനുഭവിച്ചിട്ടുള്ള വ്യക്തിക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതുപോലെ റെമിഷൻ മന്ത്രിസഭ അനുവദിച്ചുകൊണ്ട് അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്തുകൊണ്ടൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. വളരെയധികം ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു വിഷയം തന്നെയാണ് ഇത്. ഏതൊക്കെ സാഹചര്യത്തിലാണ് റെമിഷൻ നൽകാൻ കഴിയുക എന്നതും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2000 ലക്ഷ്മൺ നസ്കർ എന്ന് പറയുന്ന കേസിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയപ്പെടുന്നത് മാനസാന്തരം വന്നു എന്നാണ്. ഞാൻ ആ ഡോക്യുമെൻ്റ് കണ്ടില്ല, പക്ഷേ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചറിയുന്നത് ഈ വ്യക്തിക്ക് വളരെയധികം മാനസാന്തരം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം മാനസാന്തരം എന്ന് പറയുന്നത് അങ്ങനെ കുറ്റവാളികളെ തുറന്നു വിടുവാനുള്ള ഒരു ഉപാധിയായിട്ട് നിയമം കണക്കാക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ വിചാരണ വേണ്ടായിരുന്നു, കുമ്പസാരം മതിയായിരുന്നുവല്ലോ മാനസാന്തരം വന്നോ എന്നറിയുവാൻ വേണ്ടി. എന്ന് മാത്രമല്ല, ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാനസാന്തരം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നറിയുവാൻ വേണ്ടി ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ഒന്നും നമുക്ക് അയാളുടെ മനസ്സിലേക്ക് ഇറങ്ങി പരിശോധിക്കുവാൻ വേണ്ടി ശാസ്ത്രം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഒരു പക്ഷേ രാഷ്ട്രീയക്കാർക്ക് അങ്ങനെയുള്ള നിഗമനങ്ങളും ഉപകരണങ്ങളും ഒക്കെ അവൈലബിൾ ആയിരിക്കും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പരോളല്ല റെമിഷൻ ശിക്ഷ ഇളവ് എന്നത് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഭരണഘടനയുടെ 161-ാം വകുപ്പ് അനുസരിച്ച് ഗവർണറുടെ പ്രത്യേക അധികാരത്തിൽപ്പെടുന്ന കാര്യമാണ്. 72 പ്രകാരം പ്രസിഡന്റിനുണ്ട്, സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഗവർണറുടെ കയ്യിലാണ്. അപ്പോൾ സംസ്ഥാനം ശിക്ഷ ഇളവിനെ സംബന്ധിച്ച് മാർഗരേഖകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഗവർണറുടെ 161-ാം വകുപ്പ് പ്രകാരമുള്ള ഭരണഘടനാ അധികാരത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് നിയമത്തിൽ കരുതപ്പെടുന്നത്. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ആളെ പുറത്തുവിടാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വ്യക്തി ചെയ്തിട്ടുള്ള ഒഫൻസ് എന്ന് പറയുന്നത് സമൂഹത്തിനെ വ്യാപകമായിട്ട് ബാധിക്കുന്ന ഒരു ഒഫൻസാണോ, അല്ലെങ്കിൽ വ്യക്തികളെ മാത്രം ബാധിക്കുന്നതാണോ? ഇപ്പം ഷെറിൻ ചെയ്തു എന്ന് പറയപ്പെടുന്നതും തെളിയിക്കപ്പെട്ടതുമായിട്ടുള്ള ഒഫൻസ് എന്ന് പറയുന്നത് വളരെ ഹീനമായിട്ടുള്ള, വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു ഒഫൻസാണ്. സ്വന്തം വീടിൻ്റെ വാതിലുകൾ വാടക കൊലയാളികൾക്കായിട്ട് തുറന്നു കൊടുത്തുകൊണ്ട് തൻ്റെ ഫാദർ ഇൻ ലോയെ വധിക്കുവാൻ വേണ്ടി അവസരമൊരുക്കുക, അതിന് ഗൂഢാലോചന നടത്തുക, നിയമം സീനിയർ സിറ്റിസൺസിനെ സംരക്ഷിക്കുവാൻ വേണ്ടി അവർക്ക് കെയർ കൊടുക്കുന്നതിൽ നിന്നും മക്കൾക്ക് ഒഴിവായി നിൽക്കാൻ കഴിയില്ല, മരുമക്കളാണെങ്കിൽ തന്നെയും അവരെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ നിയമം സംരക്ഷിക്കാനുണ്ട് എന്ന തരത്തിൽ പോസിറ്റീവായിട്ടുള്ള ലെജിസ്ലേറ്റീവ് ആക്ഷൻ എടുത്തിട്ടുള്ള ഒരു നാട്ടിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തി 14 വർഷം തികയുന്നതിന് മുമ്പ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ 14 വർഷം തികഞ്ഞു കഴിഞ്ഞ ഉടനെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പെട്ടെന്ന് പുറത്തു വരുന്നത്? പിന്നെ രണ്ടാമത്, ഇങ്ങനെ ഒരു ഒഫൻസ് അവർ ഇത് കാണിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടണം. ലക്ഷ്മൺ നസ്കർ കേസിലെ 2ാമത്തെ ഗൈഡ് ലൈനാണ്. അപ്പോൾ പലതവണ ഇവരെ ജയിലുകൾ മാറ്റി പാർപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓരോ ജയിലിലും ഇവർ പ്രശ്നക്കാരിയായിരുന്നു എന്ന് പറയപ്പെടുന്നു, സബ്ജക്റ്റ് ടു കറക്ഷൻ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇത്രയധികം ജയിലിൽ ശണ്ട കൂടിയിട്ടുള്ള ആള് അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ പൂമെത്തയിൽ നിന്നും പട്ടുമെത്തയിലേക്ക് മാറ്റി പാർപ്പിച്ചതാകാം,
അങ്ങനെ അല്ല, സോളിഡായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവരൊരു റീഫോംഡ് ആയിട്ടുള്ള വ്യക്തിയല്ല. ഇത്തരത്തിലുള്ള ഒഫൻസസ് വാടക കൊലയാളികളെയാണ് എൻഗേജ് ചെയ്തത് സ്വന്തം അമ്മാവിയപ്പനെ വധിക്കുവാൻ വേണ്ടി. എത്ര ബ്രൂട്ടലാണ്. അപ്പം ഓഫൻസ് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ വ്യക്തമല്ലേ. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് കൺവിക്റ്റിന്, ഈ കുറ്റവാളിക്ക് നാളെ ഒരു ഒഫൻസ് നടത്തുവാനുള്ള ആർജവം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. അതിപ്പം രോഗപീഠകൾ കൊണ്ട്, പ്രായാധിക്യം കൊണ്ട് ഒക്കെയാണ് ഒരു ഒഫൻഡറെ സംബന്ധിച്ചിടത്തോളം നാളെ ഇത് ചെയ്യാൻ കഴിയാതെ വരുന്ന അവസ്ഥ. ഇവർ ഒരു ചെറുപ്പക്കാരിയാണ് എന്നുള്ളതും ആയിരിക്കാം ചിലപ്പോൾ രാഷ്ട്രീയപരമായിട്ട് തീരുമാനം എടുക്കുന്നവർക്ക് ഒരു പ്രത്യേക കൺസിഡറേഷൻ വരുവാൻ കാര്യം. പക്ഷേ നിയമത്തിൽ ചെറുപ്പക്കാരിയാണ് എന്നുള്ളതോ സ്ത്രീയാണ് എന്നുള്ളതോ ഏതെങ്കിലും രാഷ്ട്രീയ അധികാരികളുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതോ ഒന്നും തന്നെ ഇതിന് വഴിയൊരുക്കുന്ന ഒരു മാനദണ്ഡമല്ല. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ ഒരു വ്യക്തിയെ ജയിലിൽ പാർപ്പിച്ചതുകൊണ്ട് മറ്റൊരു ഗുണവുമില്ല എന്നും ബോധ്യപ്പെടണം. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ഇവരെക്കാട്ടിലധികം കാലയളവ് പ്രിസണിൽ ചെലവഴിച്ചിട്ടുള്ള, ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുള്ള വ്യക്തികളിൽ നിന്നും അവരെ വ്യത്യസ്തരാക്കുന്ന ഒന്നും ഈ ഒരു പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയുവാനില്ല. വളർത്തു നായകളെ ഉറക്കിക്കിടത്തിയിട്ട്, മയക്കിക്കിടത്തിയിട്ട് വാടക കൊലയാളികൾക്ക് വീട്ടിലേക്ക് കയറി കൊലപാതകം നടത്തുവാനുള്ള അവസരം ഒരുക്കിയെന്ന്. അപ്പോൾ ഉടമസ്ഥനോട് കൂറ് കാണിക്കുന്ന നായയെ മയക്കിക്കിടത്തിയിട്ട് കൂറില്ലാത്ത മനുഷ്യൻ സ്വന്തം പിതാവിൻ്റെ സ്ഥാനത്തുള്ള ബന്ധുവിനെ കൊലപ്പെടുത്തുവാൻ വേണ്ടി വഴിയൊരുക്കിയ സാഹചര്യം എന്തായാലും അത് ഒരു തരത്തിലുള്ള ലീനിയൻസി അർഹിക്കുന്ന ഒരു ഒഫൻസ് അല്ല. ശിക്ഷ നിയമപ്രകാരം താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ശിക്ഷ നിയമകോടതികൾ കൊടുത്തതിന് ശേഷം സമൂഹത്തിൻ്റെ എന്തുകൊണ്ടാണ് ഒരു ക്രൈമിനെ സ്റ്റേറ്റ് പ്രോസിക്യൂട്ട് ചെയ്യുന്നത്? വളരെ വ്യക്തമാണ്. ക്രൈം ഇല്ലാതിരിക്കുക എന്നത് സ്റ്റേറ്റിൻ്റെ ആവശ്യമാണ്. സ്റ്റേറ്റ് പ്രോസിക്യൂട്ട് ചെയ്ത് ശിക്ഷ കൊടുത്തതിന് ശേഷം സെലക്റ്റീവായിട്ട് സ്റ്റേറ്റിൻ്റെ ലീനിയൻസ് ചിലർക്ക് കിട്ടുക എന്ന് പറയുന്നത് നമുക്കറിയാം. കഴിഞ്ഞിടയ്ക്ക് ഒരു ജയിൽ സൂപ്രണ്ട് എന്തുകൊണ്ടാണ് സസ്പെൻഷനിൽ വിട്ടുപോയത്? ഒരു വ്യവസായി അവിടെ വന്നപ്പോൾ കൈ അയച്ച് അദ്ദേഹത്തിനെ സഹായിക്കുകയുണ്ടായി.